അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട മദ്രസ അധ്യാപകരെ, അധ്യാപികമാരെ, കുട്ടികളെ എങ്ങനെയാണ് അദബുള്ളവരാക്കി മാറ്റുക? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുകയും മറുപടി കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ ദീൻ നമ്മളവരെ പഠിപ്പിക്കാറുണ്ട്. ഓരോ വിഷയങ്ങളായി നമ്മളവരെ ഉണർത്താറുണ്ട്. എന്നാൽ ദീൻ പഠിക്കുന്ന ഒരു പഠിതാവ് ആദ്യം പഠിക്കേണ്ടത്, ഇൽമ് നേടുന്നതിന് മുമ്പ് ആദ്യം അവരെ പഠിപ്പിക്കേണ്ടത് അദബുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിനോട് പറയുന്ന വാചകം തഅല്ലമിൽ അദബ്, തഅല്ലം അൽ അദബ്, നീ അദബ് പഠിക്കണം. ഖബ്ല അൻ തതഅല്ലമൽ ഇൽം, ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിക്കേണ്ടത് അദബാണ്. കാരണം അദബ് പഠിക്കുമ്പോഴാണ് നാം പഠിക്കുന്ന അറിവുകളെ യഥാർത്ഥത്തിൽ ഉപകരിക്കുകയുള്ളൂ, നമുക്ക് ഉപകാരം അതുകൊണ്ട് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടെ അദബ് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു മുഖ്യ ഘടകമായി നമ്മുടെ അധ്യാപനത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. എങ്ങനെയാണ് നമ്മൾ അദബ് പഠിപ്പിക്കേണ്ടത്? ഒന്ന്, ഓരോ അദബുകൾ പാലിക്കേണ്ടതിൻ്റെ, അത് പാലിച്ചാലുള്ള നേട്ടങ്ങളുടെ ഗുണങ്ങൾ ഒക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരു കാര്യവും ബോധ്യപ്പെടുമ്പോഴാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് ചെയ്തു തുടങ്ങുന്നത്. ഇന്നത് ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്ന ഒരു ആകണം കുട്ടികളുടെ ഭാഷയിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിലും രീതിയിലും പറയുക എന്നുള്ളതാണ് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും ശരിയായ രീതി. രണ്ടാമത്തത്, പിന്നീട് അദബുകൾ പാലിക്കേണ്ടതിൻ്റെ, പകർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിൽ ഏതെല്ലാം അദബുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് ഘട്ടം ഘട്ടമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് കൃത്യമായ ഒരു പ്ലാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി നമ്മൾ പഠിപ്പിക്കണം. മൂന്നാമത്തേത്, അദബുകൾ പാലിക്കുമ്പോൾ അധ്യാപകർ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കുട്ടികൾക്കുള്ള പ്രോത്സാഹനം നമ്മൾ നൽകണം. പേരൻസിനോടും അതിനനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങൾ നൽകാൻ പറയണം. അപ്പോൾ തീർച്ചയായും അദബുകളോട് കുട്ടികൾക്കുള്ള ഇഷ്ടവും അത് ചെയ്യാനുള്ള താല്പര്യവും സ്വാഭാവികമായി വർദ്ധിക്കും. അങ്ങനെ കൃത്യമായി അദബ് പഠിപ്പിക്കുന്ന, അദബുള്ള അധ്യാപകരായി നമുക്ക് മാറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.